തീർച്ചയായിട്ടും നമസ്കാരം. നമസ്കാരം. ഈ അമേരിക്ക റഷ്യയെ റഷ്യ ഒരു ഡെഡ് എക്കണോമി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയും പറഞ്ഞിരുന്നു ഇന്ത്യ ഒരു ഡെഡ് എക്കണോമി ആണെന്ന്. അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു. നമ്മൾ പ്രവൃത്തി കൊണ്ടാണ് കാണിക്കുന്നത്. പക്ഷെ റഷ്യക്കാർ കുറച്ചുകൂടെ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ചോരത്തിളപ്പ് കൂടുതലുള്ള കൂട്ടത്തില. അപ്പോ അവിടെയുള്ള ദിമിത്രി മെദ്വദേവ് പറഞ്ഞത്, മുൻ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞത് ഡെഡ് എക്കണോമി ആണോ ഞങ്ങള്? ഞങ്ങൾക്ക് ഡെഡ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, അറിയാലോ എന്ന് ചോദിച്ചു. അത് അമേരിക്കയിലോട്ട് ആണവ ബോംബ് വർഷിക്കാനുള്ള ഒരു പദ്ധതിയാണ്. അമേരിക്കയല്ല, ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപ് ഇതൊരു തുറന്ന വെല്ലുവിളിയായി കണ്ടു. ആഹാ, ഇതൊരു തുറന്ന വെല്ലുവിളിയാണല്ലോ, ഞങ്ങളെ ഇത് ആക്രമിക്കാൻ പോകുന്നു എന്നല്ലേ പറയുന്നത്. രണ്ട് ആണവ അന്തർവാഹിനി അത് അങ്ങോട്ടേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ട്രംപ് ഉത്തരവിട്ടു. ഈ ആണവ അന്തർവാഹിനി അങ്ങോട്ടേക്ക് പോയതും ഈ ആണവ അന്തർവാഹിനിയെ ഇവര് അവരുടെ റഡാറിലാക്കി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എല്ലാം പറയുന്നത്. അപ്പൊ അന്ന് നമ്മുടെ ആ വീഡിയോ താഴെ വന്നൊരു കമന്റ് ഉണ്ട്, പക്ഷേ റഡാർ അല്ല, ആണവ അന്തർവാഹിനി സോണാറാണ് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് സംശയം തോന്നി, നമ്മൾ പ്രേക്ഷകരുടെ ഇത് പരിഗണിക്കണമല്ലോ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കി സോണാർ ആണോ റഡാർ ആണോ എന്ന്. അപ്പൊ റഡാറിനും ആണവ അന്തർവാഹിനികളെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഗൂഗിളൊക്കെ പറയുന്നത്. പല ഡിഫൻസ് സൈറ്റുകളും പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്തായിരുന്നാലും ആ റഡാറിലാക്കിയ ശേഷം വലിയ വെല്ലുവിളിയായിരുന്നു. വലിയ വെല്ലുവിളി, നിങ്ങളെക്കാട്ടിലും വലിയ ആണവ ശക്തിയാണ് റഷ്യ എന്നവർ പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ ഓർമ്മയുണ്ടല്ലോ, ഗോർബച്ചേവിന് മുമ്പ് നിങ്ങളെ വിറപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതൊരു വലിയ ശക്തിയാണ്, നിങ്ങളെക്കാട്ടിൽ വലിയ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് റഷ്യയുടെ ആണവായുധങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ റഷ്യ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് അന്തർവാഹിനികൾ അങ്ങോട്ടേക്ക് വിട്ടെങ്കിലും ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നത്, ഈ ട്രംപ് ഒരു മണ്ടനാണ്. മണ്ടൻ മാത്രമല്ല, ഒരു പോങ്ങനാണ്. അവിടെ കിടക്കുന്ന അന്തർവാഹിനി തന്നെയാണ് അത് എപ്പോഴും. അതാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു എന്ന് ഇയാൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഇയാൾക്ക് വലിയൊരു കുരുവായി മാറിയിരിക്കുകയാണ്. കാരണം റഷ്യ ഇപ്പോ 2 4 ബോംബറുകൾ യൂറോപ്പിലേക്ക് വിട്ടിരിക്കുകയാണ്. ഒറിജിനൽ ബോംബറുകൾ വിത്ത് അണുവായുധങ്ങൾ യൂറോപ്പിലേക്ക് വിട്ടിരിക്കുകയാണ്. പോരാത്തതിന് ഈ റഷ്യയുടെ വക്താവ് ആണവ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള സാഹചര്യം. കാരണം ആണവ കരാറിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാമല്ലോ. നമ്മുടെ ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയതുപോലെ ആയിപ്പോകും. ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയാൽ പിന്നെ ഇന്ത്യക്ക് കയറി അടിക്കുക, അത് പണ്ടമാതി പിന്മാറി. അപ്പോ അതുപോലെ ഈ ആണവ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബ്രിക്സ് നിങ്ങളെക്കാട്ടിന് ശക്തമാണെന്ന് പറഞ്ഞ് ഈ റഷ്യക്ക് പിറകെ അണിനിരക്കുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൽ നമ്പർ 1 ഇന്ത്യയാണ്. റഷ്യക്ക് പിറകെ അണിനിരക്കുന്ന ഒന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഈ ബ്രിക്സ് എടുത്ത് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഈ രാജ്യങ്ങളുടെ പേര് കേട്ടാൽ തോന്നുന്നു ചേട്ടാ, നമ്മളൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാൻ പോകുന്നു. കാരണം ഇതിൽ ഇറാനുണ്ട്, ഇന്തോനേഷ്യയുണ്ട്, ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ നോക്കിക്കൊന്ന് പറഞ്ഞ വലിയൊരു സാഹചര്യത്തിലേക്ക് പോവാണ്. അപ്പൊ യൂറോപ്പിലേക്ക് ഈ ബോംബറുകൾ വിട്ടിരിക്കുകയാണ്. എന്താണ് ഇത്? ഇത് എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ഇവര് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം? റഷ്യക്കെതിരെയുള്ള പടയൊരുക്കം നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഉപരോധമൊക്കെ അവർ നേരത്തെ തന്നെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ താരിഫ്, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണയും മറ്റും വാങ്ങുന്നവർക്കെതിരെ വലിയ താരിഫും ചൂത്തിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക വരുന്നത്. ഇതിനെതിരെ ആദ്യം ലോകത്ത് തന്നെ രംഗത്തെത്തിയ ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ തന്നെ ഞാൻ തള്ളിക്കളയുക. ഞാൻ ഇന്നലെ ഒരു നാഷണൽ മീഡിയയുടെ തലക്കെട്ടുണ്ട്, എനിക്ക് ചിരി വന്നത്. അപ്പോൾ അതിനകത്ത് അവരുടെ തലക്കെട്ടെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മെസ്സേജ് കോപ്പി പേസ്റ്റ് ചെയ്ത് ചൈന. അപ്പം ഒരു കൗതുകം തോന്നി തലക്കെട്ടില്. അപ്പം ഞാനതിന്റെ താഴോട്ട് വായിച്ചപ്പോൾ അതിനകത്ത് അവർ പറയുന്നത്, ഇന്ത്യ എന്തൊക്കെയാണോ അമേരിക്കക്കെതിരെ ഇപ്പൊ പറഞ്ഞത്, ഞങ്ങളുടെ ദേശീയ വികാരം, ഞങ്ങളുടെ ജനങ്ങളുടെ താല്പര്യമാണ് ഞങ്ങൾ നോക്കേണ്ടത്, അതിനകത്ത് ആരെ ഇടപെടത്തില്ല, ഞങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചെയ്യും, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിന്റെ ഡിറ്റോ സാധനം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ചൈന കഴിഞ്ഞ ദിവസം അവരുടെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കക്കെതിരെ പറഞ്ഞത്. ഞങ്ങളുടെ പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയും നമ്മൾ പറഞ്ഞ എന്താണോ വള്ളി പുള്ളി ഒരു കുത്തുപോലും വരില്ല. അതുകൊണ്ടാണ് ആ ദേശീയപാതത്തിന്റെ ഹെഡിങ് ഇങ്ങനെ കൊടുത്തത്, ഇന്ത്യയുടെ മെസ്സേജ് കോപ്പി ചെയ്ത് ചൈന പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യ അതിനകത്ത് ഈ പൂച്ചക്കാര് മണികെട്ടും എന്നുള്ളതാണല്ലോ ഒരു പ്രധാന വിഷയം. ഇന്ത്യയാണ് അതിന് ധൈര്യപൂർവ്വം ഇറങ്ങുന്നത്. ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾ എണ്ണ വാങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള ഇച്ചിരി കൂടുതൽ എണ്ണ. പക്ഷെ ഇതുകൊണ്ട് ഇന്ത്യക്ക് ഒരു വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. എന്താ അറിയോ? ഈ പെരകത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റൂ എന്ന് പറയുമ്പോൾ, പുരകത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞതൊക്കെ ഈ അമേരിക്കയുടെ ഉപരോധം ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞപ്പം ഇപ്പം ഈ റഷ്യ ഡിസ്കൗണ്ട് കുറച്ചായിരുന്നു എണ്ണ കൊടുക്കുന്നത്. കാരണം അവർ വലിയ പരിങ്ങലിലാണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായും ഡിസ്കൗണ്ട് കുറയ്ക്കേണ്ടതായി വരും. ഇപ്പൊ ഇന്ത്യ ഇന്ന് വലുതോടെ ചെന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യ കുറച്ചുകൂടി കൂടുതൽ ഡിസ്കൗണ്ട് ചോദിക്കുക. കാരണം ഞങ്ങൾ ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ചേട്ടാ നിങ്ങളുടെ കൂടെ അല്ലേ നിൽക്കുന്നത്, അപ്പൊ ഞങ്ങൾക്ക് ഈ റേറ്റിന് തന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ മുതലാകും? കാരണം അമേരിക്ക പേടിച്ചിട്ട് ഈ ഷിപ്പുകളൊക്കെ വളഞ്ഞും ചുറ്റിയൊക്കെ പോകേണ്ടതായിട്ട് വരും, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഡിസ്കൗണ്ട് ഇപ്പോൾ റഷ്യ കൊടുക്കുമെന്നാണ് കേൾക്കുന്നത്. കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എണ്ണ വാങ്ങാൻ വരുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായി അവർക്ക് ലാഭത്തിന് കൊടുത്തിട്ടേ പറ്റത്തുള്ളൂ. അതൊരു ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്രംപ് കാരണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയുടെ ഒരു അന്തർവാഹിനി, ആണവ അന്തർവാഹിനി,
അപ്പോൾ അത് ധനുഷ് പറഞ്ഞത് ശരിയാണ്. അത് അവിടെ കിടന്നിരുന്നതാണെന്നാണ് റഷ്യ പറയുന്നത്. അതങ്ങോട്ട് നീക്കി. അപ്പൊ അതിങ്ങനെ ഈ അവിടുത്തെ ദിമിത്രേവ് അവരുടെ മുൻ പ്രസിഡന്റ് അതിനെ കമന്റ് ചെയ്തപ്പോഴത്തേനും ഇപ്പൊ ട്രംപ് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ അന്തർവാഹിനി കറക്റ്റ് സ്ഥലത്തേക്കാണ് ഞങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് റഷ്യ അടിക്കാനുള്ള കറക്റ്റ് സ്ഥലത്തേക്ക്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഈ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ റഷ്യ പഴയതുപോലെയല്ല, കറക്റ്റ് പ്രതികരണമുണ്ട്. റഷ്യ കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. ആണവ കരാറിൽ നിന്ന് ഞങ്ങൾ US-ഉമായിട്ടുള്ള ആണവ കരാർ അതിൽ നിന്ന് ഞങ്ങൾ പിന്തുണച്ചു. ആണവ കരാർ ഉണ്ടായത് എവിടെയാണെന്ന് വെച്ചാൽ ശീതയുദ്ധകാലത്താണ് ഉണ്ടായത്. കാരണം ഇരു രാജ്യങ്ങളും വലിയ രീതിയിൽ ആണവായുധങ്ങൾ സംഭരിക്കാനും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം ഭയന്നിരുന്നു ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചിരുന്ന കരാറായി. അപ്പൊ അതിൽ നിന്ന് പിന്മാറി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം ആർക്കും എന്തും ചെയ്യാം. അമേരിക്കയ്ക്കും വേണമെങ്കിൽ ആണവായുധം ഉപയോഗിക്കാം, റഷ്യക്കും ഉപയോഗിക്കാം. റഷ്യ പറഞ്ഞ മറ്റൊരു കാര്യം, കടലിൽ ഏറ്റവും കൂടുതൽ നിർണായക സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആണവ അന്തർവാഹിനികളുള്ള രാജ്യം റഷ്യയാണ്. ശരിയാണ്, കണക്കുകൾ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അറിയാമല്ലോ എന്നവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആണവായുധങ്ങൾ സൂക്ഷിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുകൂടി ഇന്ന് ലേറ്റസ്റ്റ് ആണ് ദിമിത്രോവിന്റെ പുതിയ മുൻ പ്രസിഡന്റിന്റെ, അദ്ദേഹം ഈ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിയാണ്, ഉപദേഷ്ടാവിന്റെ കൗൺസിലിലെ അംഗം കൂടിയാണ്, ഉപ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം, ഒഫീഷ്യലായിട്ട് തന്നെ നമ്മൾ കാണണം. അതിന് തൊട്ടു പിന്നാലെ അവരുടെ ഈ പറയുന്ന വിദേശകാര്യ മന്ത്രിയല്ല, വക്താവ് സഖറോവ എന്ന് പറയുന്ന അവര് വന്നിരുന്നു. അവര് പറഞ്ഞത് ഈ ബ്രിക്സ് രാജ്യങ്ങളെ തകർക്കാം എന്ന് ഉള്ള അമേരിക്കൻ വ്യാമോഹം നടക്കില്ല. അത് നിങ്ങളുടെ ആധിപത്യം സൗത്ത് ഏഷ്യയിലെടുത്ത് ഇനി വിലപ്പോകില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അതൊരിക്കലും വിജയിച്ചിട്ടില്ല, ഇനി വിട്ട് വിജയിക്കാനും പോകുന്നില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ റഷ്യ, ഇന്ത്യ, ചൈന, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഞങ്ങൾ ഈ രാജ്യങ്ങൾ ഇതിനകത്ത്, കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്ക പറഞ്ഞു. കാരണം അവിടെയും വലിയ രീതിയിൽ ഇദ്ദേഹം താരിഫടിച്ചു കൊടുത്തു. കാരണം അത് ബ്രിക്സ് നിൽക്കുന്നുണ്ട് താരിഫ് അടിച്ചു കൊടുത്തത്. ബ്രസീൽ പണ്ടേ ബ്രസീലും പ്രസിഡന്റ് രാവിലെ ഉറക്കം എഴുന്നേക്കുന്ന ഇങ്ങനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊരു ഇതിപ്പോ നിൽക്കുന്നു. മറ്റേ റഷ്യ, ചൈന ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ പറയുന്ന ഈ സഖറോവ എന്ന് പറയുന്ന ഈ വിദേശകാര്യ വക്താവ് പറയുന്നു, ഞങ്ങളോടൊപ്പം ഇറാനുണ്ട്, UAE ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് സൗത്ത് ഏഷ്യയില് പാകിസ്ഥാൻ ഒഴിച്ച് അഫ്ഗാനിസ്ഥാൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എങ്കിൽ പോലും ഈ പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഒരേ ബെൽറ്റിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ബ്രിക്സ് എന്നിട്ട് അപ്പുറം പറഞ്ഞ മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇത് ഇപ്പൊ പെട്ടെന്നെടുത്ത തീരുമാനമല്ല. ഞങ്ങൾ എല്ലാ തവണയും ബ്രിക്സ് ഉച്ചകോടി നടക്കുമ്പോഴും അതിനിടയിൽ നടക്കുന്ന മീറ്റിങ്ങിലുമൊക്കെ ഞങ്ങൾ ഈ ഒരു വിപത്ത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. അതിന്റെ ചർച്ചകളാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. കാരണം ഈ നവകൊളോണിസമാണ് ഇപ്പൊ അമേരിക്ക നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അത് ഞങ്ങൾ പണ്ട് തൊട്ടേ പ്രതിരോധിക്കണം, ഞങ്ങളുടെ തീരുമാനം. അത് പുതിയതായിട്ട് വന്ന തീരുമാനമൊന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ ഉപരോധവും താരിഫും ഒക്കെ കൊണ്ട് ആരെയും വരട്ടാൻ നിൽക്കരുത്, ഞങ്ങൾ വിരളില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനകത്തൊരു വലിയ ഭയം അവർക്കുമുണ്ട്, അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിനുമുണ്ട്. അതുകൊണ്ടാണ് നാറ്റോ സഖ്യത്തിന്റെ മേധാവി മാർക്ക് റുട്ടെ പറഞ്ഞത് ഒരിക്കലും റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പറയുന്ന ഒരു സ്ഥിതി വന്നു. കാരണം ഇപ്പോൾ എന്ത് പറഞ്ഞ ലോകം ഇത് നമ്മൾ പണ്ടും പലവട്ടം ഇവിടെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ലോകം ശാക്തിക ചേരി മാറുന്നു, ജിയോ പൊളിറ്റിക്സ് മാറുന്നു, ഇത് മാറും എന്ന് പറഞ്ഞു. ഏതാണ്ട് നമ്മൾ അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, അതും എനിക്ക് തോന്നുന്നു നമ്മളെ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ അറ്റാക്ക് തുടങ്ങി വെക്കുന്ന ചൈന ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ചൈന തായ്വാന് നേരെ അറ്റാക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ആ സമയം നോക്കി റഷ്യയുടെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിൽ റഷ്യയിലേക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ആക്രമണം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ഏതാണ്ട് ഇപ്പൊ സൂചനകൾ കറക്റ്റായിട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം തായ്വാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നവർ, അവിടുത്തെ ജനങ്ങൾക്കൊക്കെ, സിവിലിയൻസിനൊക്കെ അവർ ഈ കാഷ്വാലിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. ചൈന ചുറ്റി വളഞ്ഞു നിൽക്കുന്നു, പല ദ്വീപുകളും പിടിച്ചെടുത്തു എന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ആ സാഹചര്യത്തിൽ ട്രംപ് തായ്വാനെ രക്ഷിക്കുമോ ഇല്ലെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ബൈഡൻ ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. കാരണം ബൈഡൻ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തായ്വാൻ കൊടുത്തിരുന്നു. ഏതായാലും ട്രംപിനെ അവിടുത്തെ തായ്വാനിലെ ജനത്തിന് തന്നെ വലിയ വിശ്വാസമില്ല. ഏതായാലും നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ്. അതൊരു കാര്യത്തിലേക്ക് നീക്കുന്നു. ഈ ഒരു സാഹചര്യം വെച്ചുകൊണ്ട്, കാരണം തായ്വാനിലേക്ക് ചൈനയുടെ ഒരു ഇൻവേഷൻ നടക്കുകയാണെങ്കിൽ, ഒരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറയുന്ന അമേരിക്കയും ഒക്കെ എത്തും. അപ്പൊ അതിനെ തടയിടുക എന്നുള്ളതാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. റഷ്യക്ക് അതൊരു വലിയ യുദ്ധത്തിലേക്ക് വരിക. റഷ്യയുടെ മുമ്പിലുള്ള ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, ഇവരെ കൂടെ വലിച്ച് യുദ്ധത്തിലേക്ക് ഇടുക. അപ്പം കാരണം മുങ്ങിച്ചാകുമ്പോൾ എല്ലാവരും കൂടെ ആകട്ടെ, കാരണം സാമ്പത്തിക പ്രതിസന്ധി വരുവാണെങ്കിൽ എല്ലാത്തിനും കൂടെ വരട്ടെ, അല്ലാതെ നമ്മൾ മാത്രം നശിച്ചു കിടക്കണ്ട എന്നുള്ള രീതിയിൽ. ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇങ്ങോട്ടേക്ക് വരുന്നതിൽ നിന്ന്
അമേരിക്കയും സഖ്യകക്ഷികളെയും തടയുക. കാരണം റഷ്യ ഒരു അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നാറ്റോ സഖ്യത്തിന്റെ അമേരിക്കയുടെയും ശ്രദ്ധയും അവരുടെ പരിശ്രമങ്ങളും മുഴുവൻ റഷ്യക്കെതിരെയായിരിക്കും. ആ സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും തായ്വാൻ എന്ന് ചൈനയും കണക്കൂട്ടും. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ ഒരു പട്ടാള അട്ടിമറി നടക്കും. ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ പട്ടാള അട്ടിമറി നടക്കും. ഇതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. അത് ഈ ഒരു അടി കഴിയുമ്പോൾ അതൊരു എനിക്ക് തോന്നുന്നു ഒരു ലോങ് അടി ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ഷോർട്ട് അടി കഴിയുമ്പോൾ തന്നെ ലോകത്തിൽ രണ്ട് ശീത യുദ്ധകാലത്തെ പോലെ തന്നെ രണ്ട് പ്രബലമായ സഖ്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും രണ്ടും രണ്ടാകുകയും ചെയ്യും. യൂറോപ്പ്, ഏഷ്യ എന്നുള്ള രണ്ട് ഘട്ടത്തിലേക്ക് പോകും. ഇനി മിഡിൽ ഈസ്റ്റ് എങ്ങനെയാകും എന്നുള്ളത്, കാരണം മിഡിൽ ഈസ്റ്റും ഇനിയിപ്പം ഒരു അമേരിക്കൻ വിധേയത്വമായി മുമ്പോട്ട് നിൽക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ മനസ്സുകൾ ഇപ്പോൾ, കാരണം ബ്രഹ്മോസ് ഒക്കെ വാങ്ങാൻ സൗദി പോലും തീരുമാനിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം എല്ലാവരും ഇപ്പം സ്വന്തം വ്യക്തിത്വം പണയം വെക്കണ്ട, അത്യാവശ്യം കഞ്ഞി കുടിക്കാൻ ഗതിയുള്ളവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പോഴും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. കാരണം അവർക്കൊക്കെ ഫണ്ട് വേണം. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഒക്കെ അവസ്ഥ അതാണ്. കാരണം അമേരിക്ക താങ്ങി നിന്നിട്ടേ അവർക്ക് കാര്യമുള്ളൂ. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോകും ഈ മേഖലയിൽ എന്നുള്ളതാണ്. കാരണം ചൈനയ്ക്ക് ഇപ്പോൾ പഴയ താല്പര്യം പാകിസ്ഥാനോട് ഇല്ല. കാരണം അവർ ഈ കരാർ ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അമേരിക്ക ഇപ്പോൾ നോക്കുന്ന പാകിസ്ഥാനെ ഒരു കരുവാക്കിക്കൊണ്ട് അവിടെ ഒരു ബേസ്, ഇപ്പൊ ഈ ഒരു വലിയ ആക്രമണമോ ഇല്ലെങ്കിൽ ഭാവിയിൽ ഒരു ആക്രമണമോ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സൗത്ത് ഏഷ്യയിൽ ഒരു കേന്ദ്രം വേണ്ടേ, ഒരു പ്രബലമായ ഒരു കേന്ദ്രം വേണമല്ലോ. അതിന് പാകിസ്ഥാൻ ഓക്കെയാണ്, പൈസ കൊടുത്താൽ അവരെന്തും ചെയ്യും. അപ്പം അത് നിൽക്കുന്നു ഇങ്ങനെ അതായത് ലോകം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും, ഇത് എന്നാടേ കുറെ നാളായിട്ട് പറയുന്നത്, ഇത് സ്വിച്ച് ഇട്ടുമ്പോൾ നടക്കുന്നതല്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളിത് പറഞ്ഞ് 15ാം പൊക്കമാണ് അത് നടക്കുന്നത്. അപ്പോഴും നമ്മൾ പറഞ്ഞു തിരിച്ചടി കൊടുക്കുന്നത്. അത് ഇപ്പം നമ്മളല്ല തീരുമാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പറഞ്ഞു, എന്റെ കയ്യിലല്ല തീരുമാനം, അതൊക്കെ സേനയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്, അവരവരുടെ ഉചിതമായ സമയവും സന്ദർഭവും നോക്കി അവർ ചെയ്തോളും എന്ന്. പക്ഷെ അതിനുള്ള മുന്നൊരുക്കങ്ങളും റിപ്പോർട്ടുകളും നമുക്ക് പറയാൻ കഴിയും. എന്ന് പറയുന്നത് പോലെ ലോകം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. എനിക്ക് തോന്നുന്നില്ല ട്രംപ് അതിൽ നിന്ന് പിന്മാറുമെന്ന്. ഞാൻ കരുതിയത്, എനിക്കൊരു നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ പടയൊരുക്കമൊക്കെ ശക്തമായി തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ട്രംപ് ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്തൊരു എന്തായാലും ഇപ്പം ട്രംപിന്റെ ഒരു ദൂതൻ ഇപ്പം പുട്ടിനെ കാണാൻ പോകുന്നുണ്ട് ഈ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച്. സക്സസ് ആകാനുള്ള സാധ്യതയൊന്നുമില്ല, പോകുന്നുണ്ട്. അപ്പം ഞാൻ കരുതിയത് അങ്ങനെയാണ്, ഇദ്ദേഹം ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നലെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരെ കൂടുതൽ തീരുവ ചുമത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു ധികാരിയായ ഭരണാധികാരിയാണ് ഇന്ത്യയുടെ, അവർ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇന്ത്യ അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് ഡോവല് റഷ്യയിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ ചർച്ചയ്ക്കായിട്ട്. ഈ മാസം പകുതി കഴിയുമ്പോൾ എസ് ജയശങ്കറും പോകുന്നു. എസ് ജയശങ്കറിന്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള യാത്ര ആയിരുന്നില്ല നേരത്തെ, വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബ്രിക്സിന്റെ ഒരു മീറ്റിംഗ് അവിടെ നടക്കാനുള്ള സാധ്യതകളും ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ചൈനയും ഒക്കെ അതിനകത്തുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു കാര്യം മുമ്പെങ്ങും ഇല്ലാത്ത വിധം ചൈന ഇന്ത്യയുടെ ഒരു നിലപാടിനൊപ്പം, ഇന്ത്യയെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല, ഇന്ത്യയുടെ ഒരു നിലപാടിനൊപ്പം നിൽക്കുന്നു. നമ്മൾ ഇന്നത്തെ കാർട്ടൂണിന്റെ കഥയൊക്കെ പറഞ്ഞു. ഈ കാർട്ടൂണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ആ വാർത്ത ചെയ്തിരുന്നു. അപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഓസ് പിടിക്കുന്നതല്ല മൂത്രം ഒഴിക്കുന്നതാണ്. ശരിക്കും ഞാനും കണ്ടതാണ്, മൂത്രം ഒഴിക്കുന്നത് തന്നെയാണ്. പക്ഷെ എനിക്കത് എങ്ങനെ പറയുമെന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു വാർത്തയിൽ അത് പറയുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ഓസാക്കിയിട്ട് പറഞ്ഞത്. കാരണം അത് മൂത്രം ഒഴിക്കുന്നതെന്ന് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. അപ്പൊ ഏതായാലും അതൊക്കെ വളരെ വ്യാപകമായിട്ട് ചൈനയിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയുടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടായാലും അവർ ഒരു ശക്തമായ നിലപാടിലേക്കാണ് അവർ. പക്ഷെ അവരെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ചൈനയ്ക്ക്. അവർ റഷ്യയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല എണ്ണ വാങ്ങുന്നത്, കുറഞ്ഞ റേറ്റിന് ഇറാന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. ഒരുപക്ഷെ ഈ യുദ്ധം കനക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇറാന്റെ പക്കൽ നിന്ന് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങാനും സാധ്യതകൾ കൂടുതലാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇതൊരു കൊയ്ത്ത് കാലമാണ്. ട്രംപിനെ ഇപ്പൊ ചൊടിപ്പിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നതല്ല പ്രശ്നം, ഇന്ത്യ അത് സംസ്കരിച്ച് മറ്റു രാജ്യങ്ങൾ, അതാ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇന്ത്യ ഇപ്പോൾ എണ്ണ വാങ്ങുന്ന രാജ്യമല്ല, എണ്ണ കച്ചവടം ചെയ്യുന്ന രാജ്യമാണ്. അപ്പോ ഈ എന്താണ് എണ്ണ വാങ്ങി അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്നാ കൊടുക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യ പറഞ്ഞത് നിങ്ങൾ 51% ഇപ്പോഴും അവിടുന്ന് തന്നെയല്ലേ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന്, അത് നിങ്ങൾ നിർത്തിയോ നിങ്ങളുടെ യൂറോപ്യൻ രാജ്യങ്ങൾ ആരെങ്കിലും? ഇല്ല. പിന്നെ നമ്മുടെ ശത്രുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇതൊക്കെ നിങ്ങൾ ചെയ്യും, ഇതെല്ലാം അത് ഇരട്ടത്താപ്പ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല റഷ്യക്ക് നേരെയുള്ള ഏകപക്ഷീയമായ ഉപരോധം കാരണം റഷ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എക്കാലത്തെയും, കാരണം ഈ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാംഗങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിന്നിട്ടുള്ള ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമാണ്. വീറ്റോ പവറുള്ള രാജ്യം റഷ്യ മാത്രമാണ്. ബാക്കിയുള്ള അമേരിക്ക നിന്നിട്ടില്ല, ചൈന നിന്നിട്ടില്ല, ഒരു രാജ്യവും നിന്നിട്ടില്ല. റഷ്യ മാത്രമാണ് നിന്നത്. അപ്പൊ അവരുടെ ഒരു കഷ്ടകാല സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇന്ത്യക്കാരനല്ല. കാരണം നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ നിന്ന ഒരാൾക്ക് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഇനി ചോദിക്കും ഇസ്രായേലിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ സൈലന്റ് ആയിട്ട് അവരുടെ പണി അവർ നടത്തും. അതിനകത്ത് ഇപ്പൊ ഈ രണ്ട് വിഭാഗം പറയുന്നുണ്ട്. അവര് പറയുന്നവരുടെ ഈ ഇപ്പൊ എന്തോ ചുവന്ന പശു, അതിപ്പോ ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്.
അവിടെ ഒരു ചുവന്ന പശുവിനെ അവർ യാഗം ചെയ്തു. ചുവന്ന പശുവിനെ യാഗം ചെയ്ത് കഴിഞ്ഞാൽ ജെറുസലേമിലെ മൂന്നാമത്തെ അവരുടെ വലിയ ദേവാലയത്തിന് പണി പൂർത്തിയാകുമെന്നുള്ളതാണ്. ആ മൂന്നാമത്തെ ദേവാലയത്തിന് പണി പൂർത്തിയായാൽ ലോകം അവസാനിക്കുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. കാരണം യഹോവയുടെ വരവിനായിട്ടാണ് അവർ എന്നാണ് അവരുടെ ഒരു വിശ്വാസപ്രകാരം. ഇതിനിടയിൽ അന്തിക്രിസ്തു വരും എന്ന് ക്രിസ്ത്യൻസും പ്രചരിപ്പിക്കുന്നുണ്ട്. അന്തിക്രിസ്തു വരും എന്നുള്ളതല്ല, വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഡൊണാൾഡ് ട്രംപിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. കാരണം ഈ അന്തിക്രിസ്തു വരുമ്പം പോപ്പിന്റെ അധികാരങ്ങളെല്ലാം പോകും. അവിടെ ചെന്നിട്ട് അവിടുന്ന് ഇയാൾ ലോകം രക്ഷിക്കുന്നുള്ള നാട്യത്തിലാണ് വരുന്നത്. പിന്നീട് ഈ ലോകം മുഴുവൻ പിടിച്ചെടുക്കുന്ന ഒരു അധികാരിയായിട്ട് വരികയും അയാൾക്കെതിരെ ലോകം തിരിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഏതാണ്ട് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അത് മിത്താണ്, അത് ബൈബിളിലും മറ്റും പറയുന്നൊരു ഇതാണത്. പക്ഷെ അത് നമുക്ക് ഇതിനോട് എന്താ, പക്ഷെ ലോജിക്കലി അത് ശരിയായി വരുന്നുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ ലോജിക്കലി ചില സാധനങ്ങളുണ്ടല്ലോ, അത് ഏതാണ്ട് ശരിയായി വരുന്നു. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഇസ്രായേൽ ഏതാണ്ട് അവര് ഈ ജെറുസലേം അടക്കം ക്യാപ്ചർ ചെയ്യും അവരവരുടെ ഇത്. കാരണം ഇതിന്റെ ഈ എന്താ എല്ലാവരുടെയും ശ്രദ്ധ ഈ ലോക അടിയുടെ ഇടയ്ക്കോട്ട് പോകുമ്പോൾ ഈ ചെറിയ ചെറിയ സ്ഥലത്തേക്ക് നടക്കുന്ന അടി ആരും അറിയില്ല. ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇന്ത്യ കയറിക്കൊണ്ട് പാകിസ്ഥാനിനും ചിലപ്പോൾ ഒരു അടി കൊടുക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പം അടി നടക്കുകയാണെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിന്റെ കുറെ അധികം ഭാഗങ്ങൾ ഇന്ത്യ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഭീകരന്മാരുടെ ലോഞ്ച് പാടുകളൊക്കെ ഇപ്പോഴും സജീവമാകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരാൻ സാധാരണ ഞാൻ പറഞ്ഞത് ഈ ഞാൻ മുമ്പ് എപ്പോഴും പറയുന്നതൊക്കെ ഈ ചില കോമഡി സിനിമകളുടെ അവസാനം ഒരു കൂട്ടടി നടക്കും, കുറെ പൊടിയും പടലങ്ങളും, ആരൊക്കെ അടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം കഴിയുമ്പോൾ ക്ലിയർ ആകും. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ പിക്ചർ കുറച്ചുകൂടെ ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ നമ്മൾ കണ്ടത് പിക്ചർ അല്ല ഇന്ന് ലോകത്തിൻ്റെത്. ഇന്നലെ വരെ നമ്മൾ കണ്ടത് അമേരിക്കൻ നാറ്റോ രാജ്യങ്ങളും ഒരു സൈഡിലും റഷ്യ മാത്രം ഒരു സൈഡിലുമാണെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ പിക്ചർ ക്ലിയർ ആകുന്നു. റഷ്യയുടെ ഭാഗത്തേക്ക് ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അണിനിരക്കുന്ന ഒരു കാഴ്ച ട്രംപിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റുകൾ ട്രംപ് എത്ര കടന്നു ചൊറിഞ്ഞാലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പോയിരുന്നില്ല. ട്രംപ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1-2 മണിക്കൂർ, അത് ഇവിടുന്ന് എത്തേണ്ട താമസമേ ഉള്ളൂ, 1-2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ വിദേശകാര്യ വക്താവ് അടുത്ത ഒന്നെങ്കിൽ എക്സിൽ പോസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് അപ്പൊ തന്നെ മറുപടിയാണ് കൊടുക്കുന്നത്. ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ല. ഒന്നെങ്കിൽ ഈ ട്രംപ് ഒരു നോബൽ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഇപ്പോഴത്തെ ഈ അസുഖത്തിന് ഒരു കുറവ് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ആരെങ്കിലുമൊക്കെ ഇടപെട്ട് ഒരു നോബൽ പ്രൈസ് വാങ്ങിക്കൊടുക്കുക, കുറച്ച് മാറിക്കിട്ടും. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ധാർഷ്ട്യവും ഇതൊന്നും ഇനി പുതിയ ലോകക്രമം നടക്കും. അത് ഒന്നാമത്തെ കാര്യം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് പണ്ടും നമുക്ക് ഒരുപാട് ആശ്രയിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലെന്നല്ല, ഇവർ ഉണ്ടായിരുന്നില്ല. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പാകിസ്ഥാനെ വെച്ചോണ്ട് ഇന്ത്യയുടെ എക്കണോമി തകർക്കുവാനും ഇന്ത്യ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് എല്ലാ കാലത്തും നടത്തിയത്. റഷ്യ നമ്മുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഈ ബംഗ്ലാദേശ് വാറിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവരുടെ നാവിക 7ാം കപ്പൽപ്പട വന്നതല്ലേ US-ന്റെ നമ്മളെ ആക്രമിക്കാനായിട്ട്. റഷ്യ തടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളിന്ന് കാണില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തവൻ ഇപ്പോഴും പാകിസ്ഥാനുമായിട്ട് കരാറ് വെച്ച് അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നൊരുത്തൻ അവൻ വന്നിട്ട് നമ്മളെ ന്യായം പഠിപ്പിക്കാമെന്ന് നമ്മൾ അംഗീകരിക്കൂ? അതുകൊണ്ട് ഇവിടെ പലർക്കും ഈ അമേരിക്കൻ സ്നേഹമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് അമേരിക്കൻ സ്നേഹമുണ്ട്. അത് ആ രാജ്യത്തോടുള്ള സ്നേഹമല്ല, പകരം ഒരു പ്രത്യേക വിഭാഗത്തിനോടുള്ള സ്നേഹമാണ്. എന്തായാലും അതവിടെ കിടക്കട്ടെ, അതെല്ലാ രാജ്യത്തും ഉണ്ട്. ഇവിടെ അവരോട്, അമേരിക്കയോട് മാത്രമല്ല, ഇവിടെ ഗസയോടും ഒക്കെ സ്നേഹിക്കുന്നവരും ഉണ്ട്. അതങ്ങനെ കിടന്നോട്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു ലോകം ഒരു യുദ്ധത്തിന്റെ മുൾമുനയിലാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും. മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകം ഒരു യുദ്ധ ഭീഷണിയിലാണെന്നുള്ള ഭീഷണി മാറി ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കുന്നു. ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ലോകം.